തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡിബഞ്ചേഴ്സ് ലോങ് ടേം ഡെപ്റ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. കമ്പനിക്ക് പല രീതിയിൽ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റും. ഡിബഞ്ചേഴ്സിൽ കൂടെ റേസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. അതായത് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട് കമ്പനി ക്യാൻ റേസ് ഫണ്ട്സ് ത്രൂ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. A debenture is a certificate or document issued by a company under its seal as an acknowledgement of its debt. ഇതൊരു കടത്തിന്റെ ഒരു പേപ്പർ പോലെ, കടബാധ്യത ഇത്ര വാങ്ങിച്ചു എന്ന് പറഞ്ഞ ഡെപ്റ്റിന്റെ ഒരു പേപ്പർ ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റിനെയാണ് നമ്മൾ ഡിബഞ്ചർ, കടപ്പത്രം എന്ന് പറയുന്നത്. ഇന്ന് ഇത്ര പണമാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്ന് അക്നോളജ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കടപ്പത്രം. It is also an undertaking by the company to repay specified borrowed sum to the debenture holder. കൃത്യമായിട്ട് കമ്പനി ആരുടെയാണോ ഈ ഡിബഞ്ചർ ഹോൾഡർ അവർക്ക് കൃത്യമായിട്ടുള്ള എമൗണ്ട് കൃത്യമായിട്ടുള്ള ഇൻട്രസ്റ്റോട് കൂടി അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കും. ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രെഡിറ്റേഴ്സ് ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ പെയ്ഡ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് ഫിക്സഡ് സ്പെസിഫൈഡ് ഇന്റർവൽസ്. കറക്റ്റ് ഇന്റർവൽസിൽ അവർക്ക് കൃത്യമായിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തിരിച്ചു കൊടുക്കാറുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കമ്പനീനെ സംബന്ധിച്ച് ക്രെഡിറ്റേഴ്സ് ആണ്. ഡിബഞ്ചർ എന്ന് പറയുന്നത് കടപ്പത്രത്തിനെയാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ്സ് സീൽ ദാറ്റ് ഇറ്റ്സ് ആൻ അക്നോളജ്മെന്റ് ഓഫ് ഇറ്റ്സ് ഡെറ്റ്. Public issue of debentures require that the issue be rated by a credit rating agency like CRISIL. CRISIL എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ക്രെഡിറ്റ് റേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ഇതെന്ന് പറയുന്നത് പബ്ലിക് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിന് എപ്പോഴും ഇത്തരത്തിലൊരു ഏജൻസി റേറ്റ് ചെയ്തിട്ടേ നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. The credit rating agency rate the issue on aspect like track record of the company, its profitability, debt servicing capacity, credit worthiness. കമ്പനിയുടെ പല കാര്യങ്ങളും നോക്കിയിട്ട് ഇപ്പം നമ്മൾക്ക് ഓരോ റേറ്റിംഗ് ഉണ്ട്. ഇപ്പം നമുക്ക് പല പല റേറ്റിംഗ്സ് ഉണ്ട് പല കാര്യങ്ങളിലും. അതുപോലെ ഇത്തരത്തിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ, പബ്ലിക് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ക്രിസിലിൻ്റെ ഏജൻസി വഴി റേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. അതെങ്ങനെയൊക്കെയാണ് റേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഹിസ്റ്ററി നോക്കും, അതിന്റെ പ്രോഫിറ്റബിലിറ്റി നോക്കും, എത്രത്തോളം ഡെപ്റ്റ് ആണ് അതിന് സർവീസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കും, ക്രെഡിറ്റ് വേർത്തിനെസ് ഒക്കെ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ക്രെഡിറ്റ് റേറ്റിംഗിന്റെ എക്സാമ്പിൾസ് നോക്കാനാണെങ്കിൽ AAA എന്ന് പറയുന്നൊരു റേറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഇസ് AAA. ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ഹാവ് ഹയസ്റ്റ് സേഫ്റ്റി ഫോർ ദ ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളതാണ് AAA എന്ന് പറയുന്ന റേറ്റിംഗ്. അതേപോലെ തന്നെ DD ഉണ്ട്. അത് ഡിബഞ്ചർക്ക് ഹയസ്റ്റ് റിസ്ക് ആയിരിക്കും ഇൻവെസ്റ്റർക്ക് ഉണ്ടാവുക. സോ അത് ഓർത്ത് വയ്ക്കുക. റേറ്റ് ചെയ്യുമ്പോൾ AAA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആയിട്ടുള്ളതും DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് അല്ലാത്തതുമാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ് ഡിബഞ്ചറിന്റെ ഫീച്ചേഴ്സ് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഡിബഞ്ചർ എന്ന് പറയുന്നത് അക്നോളജ്മെന്റ് ഓഫ് ഡെറ്റ്, കമ്പനിയുടെ അക്നോളജ്മെന്റ് ഓഫ് ഡെറ്റ് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഡിബഞ്ചർ റെപ്രസെന്റ് ചെയ്യുന്നത് ബോറോ ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറയുന്നത് ഫിക്സഡ് റേറ്റ് ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരിക്കത്തില്ല. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറയുന്നത് ഇസ് എ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ്. Then it can write as an expense on the debit side of the profit and loss account. ഇതെന്ന് പറയുന്നത് എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്പെൻസ് സൈഡിലാണ്, ഡെബിറ്റ് സൈഡ് അതായത് എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഡിബഞ്ചർ മേ ഇൻവോൾവ് ചാർജ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. ഡിബഞ്ചറിനകത്ത് കമ്പനിയുടെ അസറ്റ്സിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ചാർജ് ഇൻവോൾവ് ആണ്. ഇനി എന്തൊക്കെ ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഡിബഞ്ചർ ആണ് നേക്കഡ് അല്ലെങ്കിൽ സിമ്പിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഡിബഞ്ചേഴ്സ് അൺസെക്യൂർഡ് ആണ്. അതിനകത്ത് ദേ ഡു നോട്ട് ക്യാരി എനി ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി. കമ്പനി അസറ്റ്സിൽ ഒരു തരത്തിലുള്ള ചാർജും ക്യാരി ഓൺ ചെയ്യുന്നില്ല. ദീസ് ഡിബഞ്ചേഴ്സ് ആർ അൺസെക്യൂർഡ് ആൻഡ് ഡു നോട്ട് ക്യാരി എനി ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി. ദി ഹോൾഡേഴ്സ് ഓഫ് അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ആർ കൺസിഡേർഡ് ആസ് ഓർഡിനറി ക്രെഡിറ്റേഴ്സ് in the event of winding up of the company. ഇതിൽ ഹോൾഡേഴ്സ് ഓഫ് അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഓർഡിനറി ക്രെഡിറ്റേഴ്സ് ആയിട്ടായിരിക്കും ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പിന്റെ സമയത്ത്. രണ്ടാമത്തേതാണ് സെക്യൂർഡ് അല്ലെങ്കിൽ മോർഗേജ് ഡിബഞ്ചേഴ്സ്. ഈ ഡിബഞ്ചേഴ്സ്
കമ്പനിയുടെ അസറ്റ്സിന് എഗൈൻസ്റ്റ് ഒരു ചാർജ് ക്യാരി ഓൺ ചെയ്യുന്നുണ്ട്. സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ഹാവ് എ ക്ലെയിം ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. അതുപോലെ തന്നെ ദ ചാർജ് എന്ന് പറയുന്നത് ഫിക്സഡ് ആവാം, ഫ്ലോട്ടിംഗ് ആവാം, ചേഞ്ചസും വരാം, അതല്ലെങ്കിൽ റിമെയിൻ സെയിം ആയിട്ട് പോവാം. If specified assets like machinery, building, etc. are charged as security assets, fixed charge. അതായത് മെഷീനറി, ബിൽഡിംഗ് ഇങ്ങനെയുള്ള അസറ്റുകൾക്കാണ് സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എടുക്കുന്നതെങ്കിൽ അതിനൊക്കെ ഫിക്സഡ് റേറ്റ് ഓഫ് ചാർജ് ആയിരിക്കും കൊടുക്കുക. അടുത്തത് പറയുന്നത് റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ആണ്. Debentures issued with the condition that they will be redeemed or repaid after a specified period is called redeemable debentures. ഒരു നിശ്ചിത കാലയളവിന് ശേഷം അവർ റെഡീം ചെയ്യുകയോ തിരിച്ചടയ്ക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഡിബഞ്ചറുകളെയാണ് റെഡീം ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇത് ഫ്ലെക്സിബിൾ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് വണ്ണാണ് ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ്. അതായത് തിരിച്ചടയ്ക്കാത്ത തരത്തിലുള്ള കടപ്പത്രങ്ങളാണ് ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. These debentures are repayable only at the time of winding up of the company. കമ്പനി അവസാനിപ്പിക്കുന്ന സമയത്ത് മാത്രമേ ഇത്തരത്തിലുള്ള കടപ്പത്രങ്ങൾ തിരിച്ചടയ്ക്കത്തുള്ളൂ. ഇവയാണ് പെർപെച്വൽ ഡിബഞ്ചേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ആണ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ദി ഹോൾഡേഴ്സ് ഓഫ് ദീസ് ഡിബഞ്ചേഴ്സ് ഹാവ് ആൻ ഓപ്ഷൻ ടു കൺവേർട്ട് ദ ഹോൾഡിംഗ് ടു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ്. ഈ ഡിബഞ്ചറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലയളവിക്ക് ശേഷം അവരുടെ ഹോൾഡേഴ്സിനെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. So that is convertible debentures. Next one ആണ് non-convertible debentures. These debentures cannot be converted into shares in future. ഫ്യൂച്ചറിൽ ഷെയർസ് ആയിട്ട് മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള ഡിബഞ്ചേഴ്സിനെയാണ് non-convertible debentures എന്ന് പറയുന്നത്. The holders of such debenture remain creditors of the company. ഇത്തരത്തിലുള്ള നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിന്റെ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് രജിസ്റ്റേർഡ് ഡിബഞ്ചർ. Registered debenture. In the case of registered debenture, name, address and other details of debenture holders are entered in the books of the company. They cannot be transferred by mere delivery. It requires transfer deed. അതായത് കമ്പനിയുടെ ബുക്കിൽ കൃത്യമായിട്ട് നെയിമും അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ എഴുതിയിട്ടുള്ള തരത്തിലുള്ള ഡിബഞ്ചേഴ്സ് ആണ് രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. They cannot transferred by mere delivery. അവ വെറുതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, അതിന് ട്രാൻസ്ഫർ ഡീഡ് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ ആണ് അൺരജിസ്റ്റേർഡ് or bearer debentures എന്ന് പറയുന്നത്. The company keeps no record of the holders of these debentures. കമ്പനി ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് സൂക്ഷിച്ചു വെക്കുന്നില്ല. അവയാണ് അൺരജിസ്റ്റേർഡ് അല്ലെങ്കിൽ ബിയറർ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. The company made payment to the holders of these debentures. കമ്പനി കൃത്യമായിട്ട് ഇതിന്റെ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. അവ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഡിബഞ്ചേഴ്സ്. ദ മെറിറ്റ്സ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ത്രൂ ഡിബഞ്ചേഴ്സ് ആർ ഗിവൺ ആസ് ഫോളോസ്. ഒന്നാമത്തത്, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് ഫിക്സഡ് ഇൻകം അറ്റ് ലെസർ റിസ്ക്. വളരെ റിസ്ക് കുറവിൽ കൃത്യമായിട്ട് ഇൻകം വേണമെന്നുള്ളവർക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അവ എപ്പോഴും ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്യാരണ്ടി ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് പെയ്ഡ് ഈസ് എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ്, സോ ടാക്സ് സേവിങ്സ് ഈസ് പോസിബിൾ. ഡിബഞ്ചറിൽ ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്, സോ ടാക്സ് സേവിങ്സ് പറ്റുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആസ് ഡിബഞ്ചേഴ്സ് ഡു നോട്ട് ക്യാരി വോട്ടിംഗ് റൈറ്റ്സ്, ഫിനാൻസിംഗ് ത്രൂ ഡിബഞ്ചേഴ്സ് ഡസ് നോട്ട് ഡൈല്യൂട്ട് കൺട്രോൾ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓൺ മാനേജ്മെന്റ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു തരത്തിലുള്ള വോട്ടിംഗ് റൈറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ റൈറ്റ് അങ്ങനെ തന്നെ നിൽക്കുകയും അവരുടെ റൈറ്റ്സ് ഒരു തരത്തിലും ഡൈല്യൂട്ട് ആയി പോവാതിരിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഡിബഞ്ചേഴ്സ് എനേബിൾ ദ കമ്പനി ടു ദ അഡ്വാൻറ്റേജ് ഓഫ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയുടെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സഹായിക്കുന്നു ഡിബഞ്ചേഴ്സ്. അതേപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു. ഡിബഞ്ചേഴ്സ് ക്യാൻ ബി റെഡീംഡ് അറ്റ് എനി ടൈം വിത്ത് ദ കമ്പനി ആസ് സർപ്ലസ് ഫണ്ട്സ്. കമ്പനിക്ക് സർപ്ലസ് ഫണ്ട്സ് ഉണ്ടെങ്കിൽ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാനുള്ള ഓപ്ഷൻസും അവിടെ ഉണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡിബഞ്ചേഴ്സ്. Interest on debenture is an obligation to the company. It is to be paid annually irrespective of profit of the company. ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബർഡൻ പോലെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആനുവലി അവർ പ്രോഫിറ്റ്
അതിൻ്റെ കൺസിഡറേഷൻ ഒന്നും നോക്കാതെ തന്നെ അവർ കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വൺ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഡു നോട്ട് എൻജോയ് എനി വോട്ടിംഗ് റൈറ്റ്സ് ഇൻ ദ കമ്പനി. കമ്പനിയിലെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഒരു തരത്തിലുള്ള വോട്ടിംഗ് റൈറ്റ്സും എൻജോയ് ചെയ്യുന്നില്ല. ഡിബഞ്ചർ ഇഷ്യൂ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ കമ്പനീസ് വിത്ത് അൺസ്റ്റേബിൾ ഫ്യൂച്ചർ ഏർണിംഗ്സ്. വളരെ മോശമായിട്ടുള്ള ഫ്യൂച്ചർ ഏർണിംഗ്സ് ആണ് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബഞ്ചർ എന്ന് പറയുന്നത് അൺസ്യൂട്ടബിൾ ആയിരിക്കും. ഡിബഞ്ചർ ഇഷ്യൂ may not be possible beyond a certain limit of that inadequacy of assets to be offered as security. കൃത്യമായിട്ട് അസറ്റുകളൊന്നും ഇല്ല സെക്യൂരിറ്റി ആയിട്ട് വെക്കാൻ, ഒരു സെർട്ടൺ ലിമിറ്റ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ആവശ്യമായിട്ട് വരും. സോ ഡിബഞ്ചർ ഇഷ്യൂ അങ്ങനെയുള്ള കേസസിൽ പോസിബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്, അവർക്ക് സെക്യൂരിറ്റി വെക്കാനൊന്നും ഇല്ലെങ്കിൽ. ഇനി നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാണ് ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഓണർഷിപ്പിന്റെ കാര്യത്തിൽ ഷെയർ എന്ന് പറയുന്നത് ഓണർഷിപ്പ് സെക്യൂരിറ്റി ആണ്, ഡിബഞ്ചർ എന്ന് പറയുന്നത് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി ആണ്. ഷെയർ എന്ന് പറയുന്നത് ഓണർ ഓഫ് ദ കമ്പനിയാണ് അവരുടെ പൊസിഷൻ. ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ക്രെഡിറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഡിവിഡൻഡ് ആസ് ദർ റിട്ടേൺ. ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ ആയിട്ട് ഡിവിഡൻഡാണ് കിട്ടുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് ഫ്ലക്ച്വേറ്റിംഗ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഏർണിംഗ്സ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ഏർണിംഗ്സ് വെച്ചിട്ട് ഷെയർസിന് കൊടുക്കുന്ന റിട്ടേൺ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ബട്ട് അറ്റ് ദി സെയിം ടൈം ഡിബഞ്ചേഴ്സിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റെസ്പെക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ ബിസിനസ് ആയിരിക്കും കൊടുക്കുന്നത്. വോട്ടിംഗ് റൈറ്റ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നോ വോട്ടിംഗ് റൈറ്റ്സ് ആണ്. ഷെയർസ് എന്ന് പറയുന്നത് റെഡീം ചെയ്യാൻ പറ്റത്തില്ല എക്സെപ്റ്റ് പ്രിഫറൻസ് ഷെയർസ്, അത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. പക്ഷെ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് റെഡീമബിൾ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാൻ പറ്റും ലൈഫ് ടൈം ഓഫ് ദ കമ്പനിയിൽ. നെക്സ്റ്റ്, പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഒന്നും ചാർജ് ചെയ്യുന്നില്ല ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യത്തിൽ. അറ്റ് ദ സെയിം ടൈം ഡിബഞ്ചേഴ്സിന്റെ കാര്യത്തിൽ ജനറലി സെക്യൂരിറ്റീസ് ചാർജ് ചെയ്യാറുണ്ട് കമ്പനിയുടെ അസറ്റ്സിന് എഗനിസ്റ്റ് ആയിട്ട്. പ്രയോറിറ്റിനെ കുറിച്ച് റീപേയ്മെന്റ് കാര്യം പറയുവാണെങ്കിൽ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ഷെയർ ക്യാപിറ്റൽ ഇസ് പേയബിൾ ആഫ്റ്റർ മീറ്റിംഗ് ഓൾ ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. എല്ലാ ലയബിലിറ്റീസും പേ ചെയ്ത ശേഷം മാത്രമാണ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ക്യാപിറ്റൽ പേയബിൾ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലിനെക്കാളും പ്രയോറിറ്റി കൊടുക്കുന്നതാണ് ഡിബഞ്ചേഴ്സിന്റെ കാര്യം. നെക്സ്റ്റ് വൺ ആണ് ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫോർത്ത് ടൈപ്പ്. Government has established a number of financial institutions all over India to provide finance to business organization. They provide both own capital and loan capital for long and medium term financial requirements. ഗവൺമെന്റ് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യ ഒട്ടാകെ തന്നെ ഇത്തരത്തിൽ ബിസിനസ് ഓർഗനൈസേഷന് ഫിനാൻസ് കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവ ഓൺഡ് ക്യാപിറ്റലും അതേപോലെ തന്നെ ലോൺ ക്യാപിറ്റൽ, ലോങ് ടൈം മീഡിയം ടൈം പരിപാടിക്ക് ലോങ് ടൈം ക്യാപിറ്റലും കൊടുക്കാറുണ്ട്. As these institutions aim in promoting the industrial development of the country, these are also called development banks. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു രാജ്യത്തിന്റെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് വിളിക്കാം. ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ബാങ്ക്സിന്റെ എക്സാമ്പിൾസ് നോക്കാനാണെങ്കിൽ IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ICICI, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI, ഇവയൊക്കെ. ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുമ്പോഴത്തേക്കും കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആയിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കുന്നത് കൂടുതലും ഷോർട്ട് ടേം റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ആണ്. ബട്ട് ഡെവലപ്മെന്റ് ബാങ്ക്സ് പ്രൊവൈഡ് ഫിനാൻസ് ഓൺ മീഡിയം ആൻഡ് ലോങ് ടേം ബേസിക്സ്. ഡെവലപ്മെന്റ് ബാങ്ക്സ് ലോങ് ടൈം ആൻഡ് മീഡിയം ടൈം ബേസിസിനാണ് കൊടുക്കുന്നത്. മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഹയർ സെക്യൂരിറ്റി ഓറിയന്റഡ് ഇൻ ദർ ഡീലിംഗ്സ്, ബട്ട് ഡെവലപ്മെന്റ് ബാങ്ക്സ് ആർ പ്രോജക്ട് ഓറിയന്റഡ്. നെക്സ്റ്റ് വന്നത് ഫങ്ഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ആണ്. ഒന്ന്, ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇൻഡസ്ട്രീസ് അറ്റ് റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഡെവലപ്മെന്റ് ബാങ്ക്സ് ലോങ് ടേമും മീഡിയം ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്നു ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ. അതേപോലെ തന്നെ ഇഷ്യൂഡ് ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന. ദെൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനീസിനൊക്കെ അണ്ടർ റൈറ്റിംഗ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഗിവ് ഗ്യാരണ്ടി ഫോർ ലോൺസ്
obtained by such companies from their other financial institutions and banks. Then give foreign കറൻസിയിൽ ലോൺസ് കൊടുക്കാറുണ്ട് ഇൻഡസ്ട്രീസിന് മെഷീനറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. എന്തൊക്കെ മെറിറ്റ്സ് ആണ് ലോങ് ടൈം ഇത്തരത്തിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് അവർ ലോങ് ടൈം ആയിട്ടുള്ള ഫിനാൻസ് കൊടുക്കുന്നുണ്ട്, അത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ഫണ്ട് കൊടുക്കുന്നത് കൂടാതെ പലതരത്തിൽ ഫിനാൻഷ്യൽ, ടെക്നിക്കൽ, മാനേജറിയൽ അഡ്വൈസുകൾ ബിസിനസ് ഫേംസിന് കൊടുക്കാറുണ്ട്. പിന്നെ അവർ പലതരത്തിലുള്ള ഫണ്ട്സുകൾ ഡിപ്രഷന്റെ സമയത്തും ബാക്കിയുള്ള ഫണ്ട്സ് അവൈലബിൾ അല്ലാത്ത സമയത്തും ഒക്കെ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കൊടുക്കാറുണ്ട്. പിന്നെ ഒബ്റ്റൈനിങ് ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്രീസസ് ദ ഗുഡ് വിൽ ഓഫ് ദ ബോറോവിംഗ് കമ്പനി ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇത്തരത്തിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അടുത്ത് നിന്ന് കൃത്യമായിട്ട് ലോൺ മേടിക്കുന്ന സമയത്ത് അതൊരു ബോറോവിംഗ് കമ്പനിയുടെ ഗുഡ് വില്ലിനെ കൂട്ടി കാണിക്കുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് നമ്മൾ നേരിട്ട് ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോൺസ് ഫ്രം ബാങ്ക്സ്. Commercial banks occupy an important position as they provide funds for different purposes as well as for different time period. പല പർപ്പസിൽ പല ടൈം പീരീഡിൽ ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പലതരത്തിൽ ഫണ്ട് എടുക്കാറുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ ഷോർട്ട് ടേം പരിപാടിക്കാണ് ഫണ്ട് കൊടുക്കാറ്. നമ്മൾ പറഞ്ഞല്ലോ ലോങ് ടൈം പരിപാടിക്ക് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ബാങ്ക്സ് ആണ്. Banks extend loan to firms in many ways like cash credit, CC കൊടുക്കും, ഓവർഡ്രാഫ്റ്റ് കൊടുക്കും. ഓവർഡ്രാഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കുമല്ലോ. ടേം ലോൺസ് കൊടുക്കും, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യും, ഇത്തരത്തിൽ. The borrower is required to some security or create charge on the assets of the firm before a loan is sanctioned by a commercial banks. ബോറോവർ ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി വെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ അസറ്റ്സ് നികരാനായിട്ട് ചാർജ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾ ലോൺ കൂടുതലും സാങ്ഷൻ ആക്കി കൊടുക്കാറ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇന്റർനാഷണലി ഉള്ള സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്നുള്ളതാണ്. പലതരത്തിലുള്ള സോഴ്സസ് ഓഫ് ഫിനാൻസ് നമ്മൾ 5 തരത്തിലുള്ളത് നമ്മളിപ്പോൾ നോക്കി. ഇനി നമ്മൾ ഇന്റർനാഷണലി ഉള്ള നോക്കാം. പലതരത്തിലുള്ള ഡൊമസ്റ്റിക് സോഴ്സ് ഓഫ് ഫണ്ട്സിന് അഡീഷൻ ആയിട്ട് there are various avenues to raise funds internationally. വേരിയസ് ഇന്റർനാഷണൽ സോഴ്സസ് ജനറേറ്റ് ചെയ്യാറുണ്ട്. ഒന്ന് ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. Number of international agencies and development banks have emerged over the years to finance international trade and business. ഇത്തരത്തിലുള്ള ബോഡീസിന് ലോങ് ടേം, മീഡിയം ടേം ഫിനാൻസ് കൊടുക്കാനും ഇൻഡസ്ട്രീസിന് കൊടുക്കാനും നോക്കാറുണ്ട്. എക്സാമ്പിൾസ് ഓഫ് ഇന്റർനാഷണൽ ബോഡീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ട്, അതുപോലെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്. പിന്നെ ഉള്ളതാണ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ലിബറലൈസേഷന്റെ സമയത്ത് ഇന്ത്യൻ കമ്പനീസ് പലതരത്തിലുള്ള ഗ്ലോബൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനും അവർക്ക് പലതരത്തിലുള്ള ഫിനാൻസ് റേസ് ചെയ്യാനായിട്ടും സാധിച്ചു. സോ ഇത്തരത്തിൽ ഇന്റർനാഷണൽ ഫിനാൻസ് ഈസി ആയിട്ട് അക്സസിബിൾ ആയി ഇന്ത്യൻ കോർപ്പറേറ്റ് എന്റർപ്രൈസുകൾക്ക്. മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റുകൾ, അതിൻ്റെ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റുകൾ. ഒന്ന് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ്, GDR എന്ന് പറയും. GDR created by Overseas Depository Bank and issued to a non-resident investors against the issue of ordinary shares of issuing company. They are dollar denominated instruments. ഇത്തരത്തിലുള്ള ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വിദേശത്തുള്ള ഡെപ്പോസിറ്ററി ബാങ്ക് ആണ്. കൂടാതെ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ നോർമൽ ആയിട്ടുള്ള ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്നതിനായിട്ട് നോൺ റെസിഡന്റ് ആൾക്കാർക്ക് ഇവർ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇവ ഡോളർ മൂല്യത്തിലാണ് ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ചെയ്യുന്നത്. അതാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ് എന്ന് പറയുന്നത്. നോൺ റെസിഡന്റ് ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതാണ്. After getting approval from Ministry of Finance and completing other formalities, the issuing company issue shares to the Overseas Depository Bank, and Overseas Depository then issue dollar-denominated global depository receipts against the shares registered with it. കൃത്യമായിട്ട് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ അടുത്തത് ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് അപ്രൂവൽ ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് കൃത്യമായിട്ട് ഓവർസീസ്
ഡെപ്പോസിറ്ററി ബാങ്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യും. അവർ തിരിച്ച് ആ ഓവർസീസ് ബാങ്ക് തിരിച്ച് GDR ഇഷ്യൂ ചെയ്യും ഷെയർസിന് അഗൈൻസ്റ്റ് ആയിട്ട്. Then non-resident investors purchase GDR and not shares of Indian company. ഇത്തരത്തിലുള്ള നോൺ റെസിഡന്റ് ഇൻവെസ്റ്റേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് ഈ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റുകളാണ്. അല്ലാതെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഷെയർസ് അല്ല, ഇന്ത്യൻ കമ്പനിയുടെ ഷെയർസ് അല്ല അവർ പർച്ചേസ് ചെയ്യുന്നത്. അവർ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് they will purchase global depository receipts. The depository receive dividend, notice and reports of the company and it turns issues GDR as claims against shares held. These claims are called GDR and traded as receipts in the global market. അപ്പോൾ ഇത്തരത്തിലെ നോൺ റെസിഡന്റ് ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്? അവർ ഇന്ത്യൻ കമ്പനിയുടെ ഓഹരികളല്ല, പകരം GDR വാങ്ങുന്നു. അപ്പോൾ ഡെപ്പോസിറ്ററി കമ്പനിയുടെ ലാഭവിഹിതം, നോട്ടീസ്, റിപ്പോർട്ടുകൾ എന്നിവ സ്വീകരിക്കുകയും തുടർന്ന് കൈവശം വെച്ചിരിക്കുന്ന ഓഹരികൾ ക്ലെയിമുകളായിട്ട് GDR നൽകുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ക്ലെയിമുകളെയാണ് GDR എന്ന് ശരിക്കും വിളിക്കുന്നത്. അവ ശരിക്കും ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റുകളായിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നു. ബേസിക്കലി ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റുകളാണ് മാർക്കറ്റിൽ ഡീൽ ചെയ്യപ്പെടുന്നത്, അല്ലാതെ ഡയറക്റ്റ്ലി ഷെയർസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഇത് ട്രേഡ് ചെയ്യുന്നത് യൂറോപ്പിലാണ്. ബേസിക്കലി ദ ഹോൾഡേഴ്സ് ഓഫ് GDRന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരിക്കത്തില്ല. അതേപോലെ തന്നെ GDR ഹെൽപ്പ് ഇൻ ടാപ്പിംഗ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ ഫോർ ഇന്ത്യൻ കമ്പനീസ്. ഇന്ത്യൻ കമ്പനീസിന് ഇന്റർനാഷണൽ ക്യാപിറ്റൽ ടാപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഡോളറിലാണ് ഡിനോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വൺ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ് ആണ്. American depository receipts are negotiable receipts issued to non-resident investors by an authorized depository, normally a US bank, in lieu of shares of the issuing company, which is actually held by depository. അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഡെപ്പോസിറ്ററി കൈവശം വെച്ചിരിക്കുന്ന ഇഷ്യൂ ചെയ്യുന്ന ഇന്ത്യൻ കമ്പനിയുടെ ഓഹരികൾക്ക് പകരമായി ഒരു അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡെപ്പോസിറ്ററി, സാധാരണയായി US ബാങ്കുകളാണ് ഇത് ചെയ്യുന്നത്. ഇവ നെഗോഷ്യബിൾ ആയിട്ടുള്ള റെസീറ്റുകളാണ്. US ബാങ്കാണ് നോർമലി ഡെപ്പോസിറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പം ഈ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഡെപ്പോസിറ്ററി കൈവശം വെച്ചിരിക്കുന്ന ഇഷ്യൂ ചെയ്യുന്ന ഇന്ത്യൻ കമ്പനിയുടെ ഓഹരികൾക്ക് പകരമായിട്ടുള്ള ഒരു അംഗീകൃത അക്സെപ്റ്റബിൾ ഡെപ്പോസിറ്ററിയാണ്. യൂസ്വലി ഡെപ്പോസിറ്ററി എന്നുള്ളത് US ബാങ്കുകളാണെന്ന് ഓർക്കുക. ഓക്കെ, ഈ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് US ബേസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഇന്ത്യൻ കമ്പനിക്ക് കൃത്യമായിട്ട് എത്രത്തോളം ലിക്വിഡ് ആണ് US സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ് ഓൾസോ ഹെൽപ്പ് in US based and other foreign investors have twin benefits of having shareholding in a high grown Indian company and convenience of trading highly liquid and well known stock exchange. അമേരിക്കൻ ഡെപ്പോസിറ്ററി എപ്പോഴും US ബേസ്ഡ് ആയിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നവയാണ്. അവർക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഗ്രോത്ത് ഇൻ ഇന്ത്യൻ കമ്പനി, അതുപോലെ തന്നെ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള വെൽ നോൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവർക്ക് ഡീൽ ചെയ്യാനും പറ്റും. ദ ഡെപ്പോസിറ്ററി റിസീവ്സ് dividend directly from Indian company. ഇന്ത്യൻ കമ്പനിന്ന് ഡയറക്ട്ലി ഡെപ്പോസിറ്ററിക്ക് ഡിവിഡൻഡ് കിട്ടും. അത് ഇന്ത്യൻ റുപ്പീസിലായിരിക്കും കിട്ടുന്നത്. Then issue dividend checks to ADR holders in dollars. ADR ഹോൾഡേഴ്സിനാണെങ്കിൽ ഡോളേഴ്സിൽ ചെക്സ് ഡിവിഡൻഡ് കൊടുക്കുന്നത് ചെക്സ് ആയിട്ടായിരിക്കും, അവർക്ക് ഡോളേഴ്സിലായിരിക്കും കിട്ടുന്നത്. ഇനി എന്തൊക്കെയാണ് ശരിക്കും ഈ GDRും ADRും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ADR ഈ പറഞ്ഞ പോലെ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. GDR എന്ന് പറയുന്നത് യൂറോപ്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. രണ്ടും ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ADR, ബട്ട് ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഇൻവെസ്റ്റ് ഇൻ GDR. ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ADR ചെയ്യാൻ പറ്റും, പക്ഷേ GDR റെസീറ്റ്സുകൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ADR എന്ന് പറയുമ്പോഴത്തേക്കും കൺവേർട്ടഡ് ഇൻറ്റു ഷെയർസ് ആൻഡ് ഷെയർസ് ടു ADR, പക്ഷെ GDR ഒരിക്കൽ മാത്രമേ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ലീഗൽ ആൻഡ് അക്കൗണ്ടിങ് കോസ്റ്റ് ഈസ് ഹൈ ഇൻ ദ കേസ് ഓഫ് ADR കമ്പയർഡ് ടു GDR. GDRനെ വെച്ച് നോക്കുമ്പോൾ ലീഗൽ ആൻഡ് അക്കൗണ്ടിങ് കോസ്റ്റുകൾ ഹൈ ആണ് ADRന്. തേർഡ് ടൈപ്പ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് സോഴ്സസ് ഓഫ് ഫിനാൻസ് നോക്കുവാണെങ്കിൽ FDI ആണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ ടു ദി ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യൻ കമ്പനി ബൈ എ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. പുറത്തുനിന്ന് ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. 1991 വരെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 40% ഓഫ് ദി ഇക്വിറ്റി ക്യാപിറ്റൽ ആയിരുന്നു പെർമിറ്റ് ചെയ്യുന്നത്. ഈ സീലിംഗ് റിമൂവ് ചെയ്യപ്പെട്ടു. ഗവൺമെന്റ് 100% എഫ് വേണമെങ്കിലും സമ്മതിക്കും ഇപ്പോൾ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചോയ്സസ് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്സ് ആൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ ചോയ്സസ് ഓഫ് സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ്. ഒന്നാമത്തെ ഫാക്ടറാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഫണ്ട് പ്രൊക്യൂർ ചെയ്യാനുള്ള കോസ്റ്റ്, ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള കോസ്റ്റ്, ഏത് എടുക്കണം എന്നുള്ളത്, സോഴ്സസ് ഓഫ് ഫിനാൻസ് എടുക്കണം എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാണ് പർപ്പസ് ആൻഡ് ടൈം പീരീഡ്. ബിസിനസ് എന്ന് പറയുന്നത് ഷുഡ് പ്ലാൻ ഫോർ ഫണ്ട് അക്കോർഡിംഗ് ടു ദ ടൈം പീരീഡ് ഫോർ വിച്ച് ഫണ്ട്സ് ആർ റിക്വയർഡ്. ഏത് ഫണ്ട് വേണം എന്നുള്ളത് ഓരോ ബിസിനസ്സിനെയും ഒബ്ജക്റ്റീവും ടൈം പീരീഡും അനുസരിച്ച് ഫിക്സ് ചെയ്യുന്നതാണ്. A short period need can be met through borrowing funds at low rate of interest through credit like trade credit, commercial paper etc. ഇപ്പം ഷോർട്ട് പീരീഡിലേക്ക് ആണെങ്കിൽ നമുക്ക് ട്രേഡ് ക്രെഡിറ്റോ കൊമേഴ്ഷ്യൽ പേപ്പറോ എടുത്താൽ മതി. ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഡിബഞ്ചേഴ്സ് ആണ് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ആണ് കൺട്രോൾ. Business firm should choose a sources of finance keeping in mind to the extent which they are willing to share their control over a business. ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ കൺട്രോൾ എത്രത്തോളം കൊടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കൺട്രോൾ അവരിലേക്ക് പോകും. അപ്പം നമുക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അങ്ങനത്തെ ഒരു കാര്യമില്ല. സോ അത്തരത്തിൽ പോകണോ വേണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് സോഴ്സസ് ഓഫ് ഫിനാൻസ് തീരുമാനിക്കാൻ. നെക്സ്റ്റ് വൺ ആണ് ഫ്ലെക്സിബിലിറ്റി. Flexibility means that if need be, amount of capital of the business could be increased or decreased easily. Reducing amount of capital in business possible in the case of debt capital, preference shares capital etc. അതായത് ഫ്ലെക്സിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് കൂട്ടണം കുറയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വേണം സോഴ്സസ് ഓഫ് ഫിനാൻസ് എടുക്കാനായിട്ട്. ഇപ്പോൾ ക്യാപിറ്റൽ പെട്ടെന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുമാണ് കൂടുതൽ പോസിബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് കമ്പനീസ് ടാക്സ് എക്സ്പോഷർ. ടാക്സ് എക്സ്പോഷറിന്റെ കാര്യത്തിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഡെറ്റ് പേയ്മെന്റ്സ് ആണ്. അത് കാരണം ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. സോ അത് നോക്കി നമുക്ക് സോഴ്സസ് ഓഫ് ഫിനാൻസ് തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ ടാക്സ് റേറ്റ് ഹൈ ആണെങ്കിലാണെങ്കിൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് റിസ്ക് എന്ന് പറയുന്നത്. ബിസിനസ് ഷുഡ് ഇവാലുവേറ്റ് ഈച്ച് സോഴ്സ് ഓഫ് ഫിനാൻസ് ഇൻ ടേംസ് ഓഫ് റിസ്ക് ഇൻവോൾവ്. ഓരോന്നിലും എത്രത്തോളം റിസ്ക് ഇൻവോൾവ് ആണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. Form of business organization influence the choice of sources of raising money. എത്രത്തിലാണ് പണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു ഓർഗനൈസേഷന്റെ ഫോം അനുസരിച്ചിരിക്കും. ഏത് ഫോമിലാണോ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് ആണോ എടുക്കാൻ. സോൾ ട്രേഡിംഗ് ആണെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിനാണെങ്കിൽ അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് വരാനായിട്ട് പറ്റത്തില്ല. കമ്പനീസിനാണ് കൂടുതൽ അത് സാധിക്കുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് എടുക്കുന്ന സമയത്ത്, ചോയ്സിന്റെ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്.